എനിക്ക് അത് ഞാൻ കുറെ ഫേസ് ചെയ്ത്. എനിക്ക് 5 ചേട്ടന്മാരുണ്ട്, നമ്മുടെ അച്ഛൻ്റെ സിബ്ലിങ്സിൻ്റെ മക്കളായിട്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 5 ഞങ്ങൾ 4 ചേട്ടന്മാർ, ഞാനടക്കം 5 ആൺപിള്ളേർ, എൻ്റെ ചേച്ചി മാത്രമേ ഉള്ളൂ പെണ്ണായിട്ട് ഫാമിലിയിൽ. അപ്പം നമുക്ക് ആ പറയുമ്പോൾ 4 ചേട്ടന്മാരുണ്ടെന്നുള്ള പവർ ഉണ്ട്, പക്ഷെ വലിയ ഉപകാരമില്ല. കാരണം ഇവർ 4 പേരുടെ പരിപാടിയൊക്കെ നമ്മളപ്പം ഞാൻ അതിനകത്ത് ഏറ്റവും ചെറുതായിട്ട്, ഞാൻ ഈ 6 പേരിൽ ഏറ്റവും ഇളയത് ഞാനാണ്. ബാക്കി എല്ലാവരും കല്യാണം കഴിച്ച് സെറ്റായി. ഇപ്പം അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് പ്രശ്നമുണ്ട്. അപ്പോൾ അവർ നമ്മളെ കൂട്ടില്ല. അപ്പോൾ ഞാൻ കാരണം ബലിയാടാണ്ടൊരു ചേട്ടനുണ്ട്, എൻ്റെയൊക്കെ തൊട്ട് മൂത്തൊരു ചേട്ടൻ. പക്ഷെ നമ്മൾ തമ്മിൽ 5-8 വയസ്സിന് 8 വയസ്സിന് 6-7 വയസ്സിന് വ്യത്യാസമുണ്ട്. എനിക്കൊരു കമ്പനിക്ക് അവർ ഈ പുള്ളിയും കൂട്ടൂല. അതുകൊണ്ട് പുള്ളിയും ഞാനും തമ്മിലായിരുന്നു പിന്നെയും കമ്പനി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവർ വെള്ളം അടിക്കാനും പരിപാടിക്കൊന്നും പേരും നമ്മളെ കൂട്ടൂല, അങ്ങനത്തെ മൊത്തം വരുമ്പോൾ. പിന്നെ ഒരു പ്രായമായപ്പോൾ ഞാൻ ഒരു +2 കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്ത് നോക്കുക, നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പറാക്കും എന്നുള്ള മൂടൊക്കെ. പിന്നെ ഈ പറഞ്ഞ ചേട്ടന്മാരും എല്ലാം ആരെയും വിശ്വസിക്കല്ലോ. ഇപ്പോൾ ഒരു ചേട്ടൻ, ഞാൻ ഇങ്ങനെ കോളേജിൽ പോകുമ്പോൾ ഇവർ ചങ്ങനാശ്ശേരിയിൽ 2 ചേട്ടന്മാരുണ്ട്. അപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി കോളേജിൽ, അപ്പോൾ ചേട്ടൻ ഇങ്ങനെ അറിയും അവിടെ പോയിട്ട് എന്തെങ്കിലും അമ്മമാർ വല്ല റായും എന്തെങ്കിലും വെള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചാൽ മതി, വാതുക്കെ ആൾ വരും, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ സെറ്റ് പുതിയ കോളേജിൽ പോകാനുള്ളൂ, എന്തെങ്കിലും വള്ളി ഉണ്ടാക്കാം. ചേട്ടന്മാരുണ്ടല്ലോ അവിടെ ഫുള്ള്, കാരണം അവരവിടുത്തെ ഭയങ്കര നല്ല സർക്കിളുണ്ട് അവർക്ക്. അപ്പോൾ എനിക്കത് അറിയാം, അത്രയും കമ്പനിയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് ആ ഒരു ഹോളിൽ ഉപയോഗിക്കാൻ തോന്നില്ല. അപ്പോൾ അതിൻ്റെ മൂത്ത ചേട്ടൻ എന്നിട്ട് പറയും, അവൻ ഇങ്ങനത്തെ പല ഭ്രാന്തും പറയും, നീ പോയി എന്തെങ്കിലും വള്ളി പിടിച്ചാൽ നീ അടികൊള്ളും, ഇവിടുന്ന് ആരും വരാൻ പോലുള്ള.